നിങ്ങളുടെ യൂറിക് ആസിഡ് പറപറക്കും. യൂറിക് ആസിഡ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതറിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും, അതായത് നമ്മളിപ്പം കഴിക്കുന്ന ആഹാരത്തിലൂടെയും, അതുപോലെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരം ഉണ്ടാകുന്ന പ്രോട്ടീനുകൾ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രോട്ടീനുകൾ കരളിൽ അടിഞ്ഞുകൂടുകയും അത് ഒന്ന് വിഘടിച്ച് പ്യൂറിൻ എന്ന് പറയുന്ന ഒരു ഘടകമായി മാറും. ഈ പ്യൂറിൻ നേരെ നമ്മുടെ കിഡ്നിയിലേക്ക് വരികയും ഒരു 70% മൂത്രത്തിൽ കൂടെ തന്നെ പുറത്തു പോവുകയും ചെയ്യും. ബാക്കി വരുന്ന 30% നമ്മുടെ മലത്തിൽ കൂടി പുറത്തു പോവുകയും ചെയ്യും. ഈ പറഞ്ഞ യൂറിക് ആസിഡ് ഒരിക്കലും നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നൊരു സാധനമല്ല. അതൊരു നാച്ചുറലായിട്ടുള്ളൊരു ഈ ഒരു ഘടകമാണ്. അത് നമുക്ക് ഈ പറയുന്ന രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ ഏറ്റവും നല്ലത് തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇത് അമിതമാകുമ്പോഴാണ് നമ്മുടെ ജോയിൻസിലൊക്കെ വന്നടിയും അങ്ങനെ പെയിൻ ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ യൂറിക് ആസിഡ് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റാം എന്നുള്ള ഒരു ചെറിയ ടിപ്പാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ഈ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ മരുന്ന് കിട്ടും. പക്ഷേ അതൊക്കെ ഒരു ശാശ്വത പരിഹാരമല്ല. ചെറിയ രീതിയിലൊക്കെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ ആ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു നല്ലൊരു പീരീഡ് നമുക്ക് വേദന ഇല്ലാതാവും. പക്ഷേ വീണ്ടും ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള ഒരു സാധനവും വീട്ടിലുള്ള ഒരു ഐറ്റവും വെച്ച് നമുക്കിന്ന് യൂറിക് ആസിഡിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം. അപ്പോൾ ആദ്യം വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ദാണ്ട് ഇത് കണ്ടോ, ഇത് ഒരു ഓമയ്ക്കയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. പപ്പായ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഓമയ്ക്കയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണം. രണ്ടാമത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ദാണ്ട ഇത് കണ്ടോ, ഇത് കറുകപ്പട്ടയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. മസാലയ്ക്കകത്ത് വരുന്ന കറുകപ്പട്ടയാണ്. നല്ല മണമാണ്. അപ്പോൾ ഇതിനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളുടെ ഈ ഓമയ്ക്ക ഒന്ന് എടുത്ത് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഈ കുരുവൊക്കെ നമുക്ക് വേണ്ട കേട്ടോ. ഇതിനെ ഒരു 2 or 3 അല്ലെങ്കിൽ ഒരു 4 പീസായിട്ട് മുറിച്ചെടുത്തിട്ട് ഇനി എന്താണ് ഇതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ദാണ്ടെ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ദാണ്ടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാണ്ടത് കണ്ടോ, 4 കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ പുറകിൽ തന്നെ നമുക്ക് ദാണ്ടെ ഈ പറഞ്ഞ കറുകപ്പട്ട ഒരു ഇത്രത്തോളം വലിയ പീസ് ഇല്ലാത്തതുകൊണ്ട് ഒരു മീഡിയം പീസ് എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. നന്നായി വൃത്തിയായിട്ട് തിളച്ചതിന് ശേഷം ഇത് നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഡെയിലി ഒരു നേരം കുടിച്ചിരുന്നാൽ മതി. രാവിലെ വൈകുന്നേരം കുടിക്കുക. അതുപോലെ തന്നെ ഒന്നടവിട്ട് കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ. കാര്യം ഡെയിലി കുടിക്കരുത്. ഒന്നടവിട്ട് കുടിച്ച് നോക്കിയോ. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കുടിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂറിക് ആസിഡ് പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുപോകും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അലർജി പ്രശ്നമുള്ള ചില ആൾക്കാരുണ്ട്. അലർജിക്ക് മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ അലർജി പ്രശ്നമുള്ളവരോ ഒരു കാരണവശാലും ഇത് കഴിക്കേണ്ട ആവശ്യമില്ല, ഇത് കുടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ ഇതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അവരൊന്നും ഇത് കുടിക്കരുത് കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിപ്പം കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കണ്ട് അവരോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത് കുടിക്കാവൂ എന്ന്